ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ അന്യം നിന്നു പോയ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ബാ, നമുക്ക് പോയിട്ട് വരാം. പൊങ്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ കൊയ്ത്തുകാലമാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കൂടുതലും നെൽകൃഷിയാണ് ഇറക്കിയത്. ഇവിടെ മാറി മാറി വിളകൾ ഇറക്കാറുണ്ട്. ബാർലി ആയിട്ടും തിനയായിട്ടും അങ്ങനെ പലതരം വിളകൾ ഇറക്കാറുണ്ട്. ഈ പ്രാവശ്യം നെല്ലാണ് ഇറക്കിയേക്കുന്നത്. ഇവിടെ രാവിലെ 6 മണി ആയപ്പോഴത്തേക്കും ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു കൊയ്യാനായിട്ട്. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് സമയം പോയി. നേരത്തേക്കും ഇവിടെ പകുതിയോളം കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ നാടനായിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവശ്യം ഇവരിവിടെ കൊയ്തേക്കുന്നത്. അതായത് അരിവാളൊക്കെ വെച്ചിട്ട് ആൾക്കാർ നിന്നിട്ട് കൊയ്തേക്കുക. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ മെഷീനുണ്ട്, ഈ അവർ ഇങ്ങനെ വന്ന് കൊയ്തിട്ട് അപ്പോൾ തന്നെ നെല്ല് വേറെ ഒരു എന്താ പറയുക വണ്ടിയിലേക്കാക്കും. ട്രാക്ടറിൻ്റെ ഉള്ളിലേക്ക് വേറെ ആക്കിയിട്ട് അവരതും കൊണ്ടുപോകും. അപ്പം അങ്ങനെയാണ്. ഇതുണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, എന്താ പറയുക, വീട്ടുകാർ സാധാരണ നമ്മുടെ നാടൻ കൊയ്ത്താണ് അവർ ചെയ്തേക്കുന്നത്. നമ്മുടെ കേരളത്തിലിപ്പോൾ കാണാനില്ലല്ലോ അല്ലേ, ഇങ്ങനെ ആൾക്കാർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കൊയ്ത്ത് കണ്ടേക്കുന്നത് നമ്മുടെ പാലക്കാട് ഏരിയ, പിന്നെ തൃശ്ശൂർ, പിന്നെ ആലപ്പുഴ, ഈ ഒരു ഭാഗത്താണ് ഞാൻ കണ്ടിട്ടുള്ളൂ കൂടുതലും. അപ്പോൾ അവിടെയൊക്കെ കമ്പൈൻ ഹാർവെസ്റ്റർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇത് ട്രാക്ടർ ഹാർവെസ്റ്ററിൻ്റെ ഒരു പഴയ മോഡലാട്ടോ ഇത്. ഇതൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. എന്താ പറയുക, ഇപ്പോൾ ട്രാക്ടർ ഹാർവെസ്റ്റർ ആണെങ്കിൽ 2 തരം ഹാർവെസ്റ്ററാണ്. ട്രാക്ടർ ഹാർവെസ്റ്ററും പിന്നെ കമ്പൈൻ ഹാർവെസ്റ്ററും. ഇപ്പം നമ്മൾ പച്ച നിറത്തിലൊക്കെ കാണുന്നില്ല, അത് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയും. ഇത് ട്രാക്ടറിൻ്റെ ആദ്യ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അത്. അപ്പോൾ മറ്റേതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ആളുകൾ തന്നെ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വൈക്കോലിടും. അതിനകത്ത് നിന്ന് നെല്ലും വൈക്കോലും സെപ്പറേറ്റ് ചെയ്ത് വരും ഇതിനകത്ത്, ഈ പച്ച കളറിൽ കാണുന്നതിനകത്ത്. ഇപ്പോൾ ട്രാക്ടർ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാർവെസ്റ്റർ ട്രാക്ടറിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും. ഗ്രീൻ കളറിൽ കാണില്ലേ, അത് മാറ്റിയിട്ട് നമുക്ക് നിലമുഴുതാനുള്ള മെഷീൻ നമുക്ക് അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. പിന്നെ അതിനകത്തേക്ക് അത് ഫുൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് കൊയ്ത്ത് തൊട്ട് ഹാർവെസ്റ്റിംഗ് തൊട്ട് നമുക്കത് സെപ്പറേറ്റ്, നെല്ലും വൈക്കോലും സെപ്പറേറ്റ് ചെയ്യുന്ന വരെ നമുക്ക് ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് വലിയതായിട്ടുള്ള പാടങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ചെയ്ത് കണ്ടേക്കുന്നത് ഇങ്ങനെ ട്രാക്ടർ ഹാർവെസ്റ്ററാണ്. ഇവിടെ 3 സീസണുകളിലാണ് കൂടുതലും കൃഷി ഇറക്കുന്നത്. സ്വർണ്ണവാരി എന്ന് പറയുന്ന ചിത്രപ്പട്ടം, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു സീസണാണ്. സാമ്പ എന്ന് പറയുന്ന ആട്ടിപ്പട്ടം, അത് ജൂലൈ ഓഗസ്റ്റ്, അതും ഒരു സീസണാണ്. വരെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീസൺ, അതായത് ഡിസംബർ ജനുവരി, ഈ 3 സീസണിലുമാണ് ഇവിടെ കൂടുതലും കൃഷികൾ ഇറക്കുന്നത്. കൊങ്കു ബെൽറ്റിലാണ് ഈറോഡ് ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പൊതുവേ മഴ കുറവാണ്. ഇപ്പോൾ കൊങ്കു ബെൽറ്റിലുള്ള കുറേ ജില്ലകളുണ്ട്, കോയമ്പത്തൂർ, തിരുപ്പൂരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈറോഡ് കൊങ്കു ബെൽറ്റിൻ്റെ ഒട്ടും മഴ കിട്ടാത്ത ഒരു സ്ഥലമാണിവിടെ. അപ്പം ഈ വരൾച്ചയെ എന്താ പറയുക, പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കൃഷികളൊക്കെ ആയിട്ട് കൂടുതലിവിടെ. അതായത് തെങ്ങ്, മഞ്ഞൾ, ചോളം, പിന്നെ പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതലും കൃഷി ചെയ്യുന്നത്. പിന്നെ ഈറോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കൂടുതലും തമിഴ്നാട്ടിൽ കൂടുതലും മഞ്ഞൾ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈറോഡ്. ഇവിടെ അതുപോലെ തന്നെ നമുക്കിവിടെ കോട്ടൺ മെറ്റീരിയൽസും കൂടുതലും കിട്ടും. അപ്പോൾ അത് ഇവിടുത്തെ മണ്ണിൻ്റെയും എന്താ പറയുക, പ്രകൃതിയുടെ ഒരു ഘടന കൊണ്ടാട്ടോ. ഇവിടെ കുറച്ച് ചൂടൊക്കെ, ഇവിടെ മഴ പെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ സമയം, ആ മാസത്തിലാണ് കൂടുതലും മഴ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ ജൂണിലൊക്കെ മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ചൂടായിരിക്കും ചില സമയത്ത്. അപ്പോൾ അങ്ങനെയാട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർ ഇപ്പോൾ ഇത് പകുതിയോളമായി. ഇപ്പോൾ ഇത് ഒരു
ഒക്കെ ആ ടൈം ആയപ്പോഴത്തേക്കും ഇവർ ഫുള്ളും ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് മെതിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ എന്താ പറയുക, ഗ്രീൻ കളറിലുള്ള ആ ഇതിലിട്ടിട്ട്. ഇത് തീരാറായി ഏകദേശം കേട്ടോ ഇവരുടെ. കണ്ടോ, ആൾക്കാരിങ്ങനെ തലയിലൊക്കെ ചുമന്ന് നമ്മൾ പണ്ട് കാണാറുണ്ട്. ഇപ്പം മെഷീനൊക്കെ ആയി വന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാനില്ലല്ലേ. കണ്ട് ഇവർ ഇങ്ങനെ ക്യൂ നിൽക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ട്. ഇവിടെ മഴ കുറവായി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ കൂടുതലും ഡ്രിപ്പ് ഇറിഗേഷൻ ആട്ടോ ഇവിടെ കൂടുതലും നടത്തി വരുന്നത്. അപ്പം എല്ലായിടത്തും കനാലുകളുണ്ട്. അപ്പോൾ ആ കനാലിൽ നിന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമുക്ക് പാടങ്ങളിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിനകത്തൂടെ വെള്ളം വന്ന് വീഴും. ഗവൺമെൻറ്റിൽ നിന്ന് ഇവർക്ക് സബ്സിഡിയൊക്കെ കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്, ഈ വെള്ളത്തിൻ്റെ ഇതായിട്ട്. ഇവിടെ നമ്മൾ തൊട്ടടുത്ത് ഈറോഡ് നമ്മുടെ ഈ അടുത്തുള്ളൊരു ഡാമാണ് ഭവാനി സാഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ഇതാട്ടോ ഡാമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടൊക്കെയുള്ള വെള്ളം വരുന്നത്. നിങ്ങൾ ഈറോഡ് അപ്പുറം എവിടെയാണ്, നമ്മുടെ സേലത്തിനൊക്കെ പോകുമ്പോൾ കാണാമായിരിക്കും, ഒരു സൈഡിലൊരു പുഴ ക്രോസ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും. അപ്പം അതാണ് നമ്മുടെ ഭവാനി സാഗറിൽ നിന്നുള്ള വെള്ളമാട്ടോ അവിടെ വരുന്നത്. അങ്ങനെ ദൂരെ കാണുന്ന കണ്ടോ ഒരു ഹാർവസ്റ്റർ, അതാട്ടോ കമ്പൈൻ ഹാർവസ്റ്റർ എന്ന് പറയുന്നത്. സമയം ഇപ്പോൾ ഒരു 6 മണിയോട് അടുത്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഹാർവസ്റ്ററും മറ്റേ ട്രാക്ടറും ഇതെല്ലാം ഇപ്പോൾ പോകുക കേട്ടോ ഇതും കൊണ്ട്. ഇവരത് തിരിക്കണതാണ് കേട്ടോ, എന്ത് ബുദ്ധിമുട്ടിയാന്ന് നോക്കണേ. കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പാടത്തിൻ്റെ ഇപ്പോഴുള്ളൊരവസ്ഥയാണിത്. ഇവിടം കൊണ്ട് ഞാനെൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.